നമസ്കാരം. ക്ഷിപ്രപ്രസാദിയാണ് സാക്ഷാൽ പരമശിവൻ. അല്പം ജലം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ പോലും ദേവന്മാരുടെ ദേവനായ മഹാദേവൻ അതിൽ പ്രീതിപ്പെടുന്നതുമാണ്. മഹാദേവൻ നിങ്ങൾക്കൊപ്പം ഉള്ളപ്പോൾ, മഹാദേവന്റെ സാന്നിധ്യം ഒപ്പമുള്ളപ്പോൾ കാണുന്നതായ ചില പ്രധാനപ്പെട്ട ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് പ്രകടമാകുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടാൻ പാടുള്ളതല്ല. മഹാദേവനെ നിത്യവും ആരാധിക്കുക, ശിവമന്ത്രങ്ങൾ നിത്യവും ജപിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും നിങ്ങൾക്കും ഈ ലക്ഷണങ്ങൾ ജീവിതത്തിൽ പ്രകടമാവുക തന്നെ ചെയ്യും. ഏവരും ഓം നമഃ ശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. അതിൽ ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഭസ്മത്തിന്റെ സുഗന്ധമാണ്. ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ, ഭഗവാന്റെ അനുഗ്രഹം നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ, ത്രിസന്ധ്യയ്ക്കും അതേപോലെ അതിരാവിലെയും അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ വരുമ്പോൾ, ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നിങ്ങൾക്ക് സുഗന്ധത്തിന്റെ, ഭസ്മത്തിന്റെ സുഗന്ധം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമാണ്. നിങ്ങൾ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലും ഇപ്രകാരം ഭസ്മത്തിന്റെ സുഗന്ധം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ അത് ഭഗവാന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമാണ്. മറ്റൊന്ന് നാഗങ്ങളെ കുറിച്ചാണ്. നാഗങ്ങളുടെ സാന്നിധ്യം അഥവാ പാമ്പുകളുടെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ, പ്രത്യേകിച്ചും തിങ്കളാഴ്ച ദിവസം അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലേക്ക് പോകുന്നതായ അവസരത്തിലോ ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്നതായ അവസരത്തിലോ നിങ്ങൾ പാമ്പിനെ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമാണ്. ഭഗവാന്റെ അനുഗ്രഹത്തെ, ഭഗവാന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണം തന്നെയാകുന്നു. മറ്റൊന്ന് സ്വപ്ന ദർശനമാണ്. ബ്രാഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ ഭഗവാനെ ദർശിക്കുകയാണ് എങ്കിൽ, അഥവാ ഭഗവാൻ നിങ്ങൾക്ക് സ്വപ്ന ദർശനം നൽകുകയാണ് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതിൻ്റെ സൂചനയാകുന്നു. കൂടാതെ പരമശിവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ചും ശിവക്ഷേത്രം അല്ലെങ്കിൽ ഓം ചിഹ്നമാണ് എങ്കിൽ പോലും നിങ്ങൾ സ്വപ്നത്തിൽ ദർശിക്കുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണം തന്നെയാണ്. പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. എന്നാൽ പലരും ഇതെല്ലാം ജീവിതത്തിൽ സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിലും പലർക്കും അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ടതായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അത്യാവശ്യ ഘട്ടത്തിൽ ഇനി എന്ത് എന്ന് ചിന്തിച്ച് നിൽക്കുന്നതായ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി ഭഗവാനായി തന്നെ നൽകുന്നതാണ്. അത് നിങ്ങൾക്ക് പിന്നീട് ഒരിക്കലും മറക്കുവാൻ സാധിക്കുന്നതുമല്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതാകാം, അല്ലെങ്കിൽ ആ പ്രശ്നത്തിനുള്ള പരിഹാരമാകാം. അത് മറ്റൊരു വ്യക്തി അവിചാരിതമായി പറയുകയോ പെട്ടെന്ന് കാണുന്നതായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്ന് വരികയോ ചെയ്യാം. കൂടാതെ ഈ സമയത്ത് ശിവചിത്രം ലഭിക്കുകയോ ശിവനാമങ്ങൾ കേൾക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ പോലും ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. പറയുന്ന കാര്യങ്ങൾ സത്യമായി ഭവിക്കുന്നു. അറിയാതെ പോലും പറയുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് സത്യമായി ഭവിക്കുന്നു എന്നതാണ് വാസ്തവം. കരുനാക്ക് എന്നെല്ലാം മറ്റുള്ളവർ വിശേഷിപ്പിക്കും. എന്നിരുന്നാൽ പോലും ഇത് ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിക്കുന്നതായ കാര്യമാകുന്നു. നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ അവിചാരിതമായി അല്ലെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ പറയുന്നതായ കാര്യമാകാം, എന്നാൽ അത് ജീവിതത്തിൽ ഫലിക്കുന്നു എന്നതാണ് വാസ്തവം. ഇത്തരത്തിൽ സംഭവിക്കുന്നതും ഭഗവാന്റെ കൃപാകടാക്ഷമാകുന്നു.
പല കാര്യങ്ങളെയും മുൻകൂട്ടി കാണുവാൻ സാധിക്കുന്നു. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നതാണ്. സ്വപ്ന ദർശനമായും അല്ലാതെയും ഇത്തരം ചില കാര്യങ്ങൾ നിങ്ങൾ കാണുന്നതാണ്. ഒരു ശക്തമായ ചിന്തയാകാം, ആ കാര്യം അനുകൂലമാകില്ല, അല്ലെങ്കിൽ ആ കാര്യം അനുകൂലമാകും. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാം. അല്ലെങ്കിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ആകാം. നിങ്ങൾ അത്തരത്തിൽ ചിന്തിക്കുന്നതായ ആ കാര്യങ്ങൾ, അല്ലെങ്കിൽ മുൻകൂട്ടി അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. പലർക്കും ഇത് അത്ഭുതമായി തോന്നാം, നിങ്ങൾക്ക് തന്നെ തോന്നാം. എന്നാൽ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ മാത്രം സംഭവിക്കുന്നതായ ഒരു കാര്യമാകുന്നു. ഭഗവാന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. പക്ഷിമൃഗാദികൾ പെട്ടെന്ന് ഇണങ്ങുന്നതാണ്. മറ്റുള്ളവർക്ക് പോലും ലഭിക്കാത്തതായ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു എങ്കിൽ അത് ശുഭകരമാണ്. നാം നൽകുന്നതായ ആഹാരം പക്ഷിമൃഗാദികൾ കഴിക്കുന്നതാണ്. ശിവാനുഗ്രഹത്താലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏകാഗ്രതയോടെ കാര്യങ്ങൾ ചെയ്യുക, ഏകാഗ്രമായി മനസ്സ് സൂക്ഷിക്കുക എന്നത് പലരും നേരിടുന്നതായ ഒരു വെല്ലുവിളിയാണ്. പലർക്കും അത് സാധിക്കണം എന്നില്ല. എന്നാൽ നിങ്ങൾക്ക് അത് സാധിക്കും എന്നതാണ് വാസ്തവം. ഏകാഗ്രതയോടെ ഇരിക്കുവാൻ സാധിക്കും, ഏകാഗ്രതയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും, ഏകാഗ്രതയോടെ മന്ത്രങ്ങൾ ജപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താലാണ്, അഥവാ ഭഗവാന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതാകുന്നു. എത്ര തന്നെ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേർന്നാലും ഭഗവാൻ എനിക്കൊപ്പമുണ്ട് എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാകും. അതിനാൽ തന്നെ ആ കാര്യങ്ങളിൽ ടെൻഷൻ നിങ്ങൾ അടിക്കില്ല എന്നതാണ് വാസ്തവം, അല്ലെങ്കിൽ പതറിപ്പോകില്ല എന്നതാണ് വാസ്തവം. ഭഗവാൻ രക്ഷയ്ക്കുണ്ടാകും എന്ന ചിന്തയിൽ മുന്നോട്ട് പോകും. തീർച്ചയായും നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും, അല്ലെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. മനസ്സിനെ സന്തോഷമായി തന്നെ നിലനിർത്തുവാൻ സാധിക്കും. ആഡംബരപൂർണമായി ജീവിതം നയിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്കതിന് സാധിക്കുന്നതല്ല. അത്യാഡംബരപൂർവം നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതല്ല. വളരെ ലളിതമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാകും നിങ്ങൾ. കൂടാതെ മറ്റുള്ളവരെ സഹായിക്കുവാൻ നിങ്ങൾ എപ്പോഴും ശ്രമിക്കുന്നവരായിരിക്കും. മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ നിങ്ങളുടെ മനസ്സും വിഷമിക്കുന്നതാണ്, അഥവാ നോവുന്നതാകുന്നു. അതിനാൽ അവർക്ക് വേണ്ട സഹായങ്ങൾ അത് എന്താണ് എങ്കിലും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതായ സഹായം അവർക്ക് ചെയ്യുന്നവരാകുന്നു. ഇത്തരത്തിൽ ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾക്കൊപ്പമുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നതാണ് വാസ്തവം. ഈ കാര്യങ്ങൾ സംഭവിക്കുന്നു എങ്കിൽ അത് വിശേഷമാണ്. മുൻപ് പരാമർശിച്ച പോലെ തന്നെ ഈ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എങ്കിൽ ഭഗവാനെ നിങ്ങൾ നിത്യവും ആരാധിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കും പ്രകടമാവുക തന്നെ ചെയ്യും.